നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി വായിക്കാം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് പരാതി അയച്ചിരിക്കുന്നത്. വളരെ ദീർഘമായൊരു പരാതിയാണ് അയച്ചിട്ടുള്ളത്. ചുരുക്കി വായിക്കാം. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. നാഷണൽ ആയുഷ് മിഷന് കീഴിൽ എറണാകുളം ജില്ലയിലെ ഒരു സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറിയിൽ ഫുൾ ടൈം യോഗ ഇൻസ്ട്രക്ടറായി താൽക്കാലിക തസ്തികയിൽ ജോലി ചെയ്തു വരുന്നു. സർക്കാരിന്റെ അഭിമാന പദ്ധതികളായ 1000 യോഗ ക്ലബ്ബ്, 10,000 യോഗ ക്ലബ്ബ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാമ്പയിൻ തുടങ്ങിയവ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള നാഷണൽ ആയുഷ് മിഷൻ കരാർ ജീവനക്കാരാണ്. എന്നാൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ മേലധികാരികളിൽ നിന്നും നേരിടുന്ന കടുത്ത തൊഴിൽ ചൂഷണങ്ങളും അതിൽ വരുത്തേണ്ട അടിയന്തര നിയമ പരിഷ്കരണങ്ങളെക്കുറിച്ചും നിയമവേദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. സർക്കാർ ഡിസ്പെൻസറികളിൽ മെഡിക്കൽ ഓഫീസർക്ക് ഏത് ജീവനക്കാരനും എപ്പോൾ വേണമെങ്കിലും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാം. അതിന് ജീവനക്കാരൻ ക്ഷമ ചോദിക്കുക മാത്രമാണ് ഏക പോംവഴി എന്നൊരു തെറ്റായ കീഴ്വഴക്കം നിലനിൽക്കുന്നുണ്ട്. ഇത് തികച്ചും ചട്ടവിരുദ്ധവും അധികാര ദുർവിനിയോഗവുമാണ്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തിരുന്ന ആയുർവേദ ഡിസ്പെൻസറിയിൽ ഒരു മെഡിക്കൽ ഓഫീസർ എനിക്കെതിരെ ഒരു മെമ്മോ നൽകുകയും അതുവഴി 6 മാസത്തോളം എനിക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഡിസ്പെൻസറിയിൽ നിന്നും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. 11 ആരോപണങ്ങൾ ഉന്നയിച്ച് എനിക്കിപ്പോൾ മെമ്മോ നൽകിയിരിക്കുകയാണ്. കൂടാതെ ആദ്യം ജോലി ചെയ്തിരുന്ന ആയുർവേദ ഡിസ്പെൻസറിയിൽ എന്റെ സ്വന്തം കയ്യിൽ നിന്നും പൈസ ചെലവാക്കി 25 യോഗ ക്ലബ്ബുകൾ ഞാൻ തുടങ്ങിയിരുന്നു. എന്നാൽ യാത്രാബദ്ധ കുടിശ്ശിക ഇതുവരെ ലഭിച്ചിട്ടില്ല. യാത്രാബദ്ധ ഉത്തരവ് വന്നത് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഡിസ്പെൻസറിയിൽ വെച്ചാണ്. എന്നാൽ സമയം വൈകി എന്ന കാരണം പറഞ്ഞ് ഈ തുക എനിക്കിപ്പോൾ നിഷേധിക്കുകയാണ്. ഒരു ദിവസം പഞ്ചായത്തിനുള്ളിലെ യാത്രയ്ക്ക് പരമാവധി 100 രൂപയാണ് നാഷണൽ ആയുഷ് മിഷൻ നൽകുന്നത്. എന്നെ പോലുള്ള ആളുകൾക്ക് ഒരു വർഷം 30,000 രൂപയോളം ചിലവ് വരും. എന്നാൽ നാഷണൽ ആയുഷ് മിഷൻ നൽകുന്നത് ഒരു വർഷത്തേക്ക് വെറും 15,000 രൂപയാണ്. ബാക്കി തുക ഞങ്ങൾ സ്വന്തമായി മുടക്കിയാണ് സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. ഇതേക്കുറിച്ച് മീറ്റിംഗുകളിൽ പറയുമ്പോൾ താൽപ്പര്യമില്ലെങ്കിൽ പിരിഞ്ഞു പോകാം എന്നാണ് അവർ പറയുന്നത്. ഈ വിഷയത്തിൽ എനിക്കറിയേണ്ട ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒരു ജീവനക്കാരന് നൽകുന്ന മെമ്മോ വ്യക്തിവൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ വകുപ്പ് തല നിയമ നടപടികൾ സ്വീകരിക്കാൻ നിലവിൽ നിയമമുണ്ടോ? ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിനായി അധികാര ദുർവിനിയോഗം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് പിഴയോ ശിക്ഷയോ നൽകാൻ പാകത്തിൽ സർവീസ് ചട്ടങ്ങളിൽ നിയമപരിഷ്കരണമുണ്ടോ? മെമ്മോ നൽകുമ്പോൾ അതിന് മറുപടി ക്ഷമ മാത്രമാണ് എന്ന ഉദ്യോഗസ്ഥരുടെ രീതിയെ നിയമപരമായി താൽക്കാലിക ജീവനക്കാർക്ക് എങ്ങനെ നേരിടാനാവും? സർക്കാരിന്റെ ഔദ്യോഗിക പദ്ധതികൾ നടപ്പിലാക്കാൻ കരാർ ജീവനക്കാരെ കൊണ്ട് സ്വന്തം കയ്യിൽ നിന്നും പണമെടുപ്പിക്കുന്നത് നിയമമാണോ? ഞങ്ങൾക്ക് ആകെ ലഭിക്കുന്നത് 15,000 രൂപയാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നുമില്ല. ആയതിനാൽ മുൻകാല യാത്രാബദ്ധ കുടിശ്ശിക നേടിയെടുക്കാൻ ഏത് കോടതിയെയാണ് ഞങ്ങൾ സമീപിക്കേണ്ടത്? ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് വിശദമായ മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷക രേഖ വാസുദേവൻ. ഇന്നത്തെ കത്ത് അയച്ചിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷനിൽ ഒരു കോൺട്രാക്ട് എംപ്ലോയിയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ: 1, താൽക്കാലിക നിയമനം ലഭിച്ചിരിക്കുന്ന ഒരു ജീവനക്കാരന് അനാവശ്യമായിട്ട് മേലുദ്യോഗസ്ഥൻ കൂടെ മെമ്മോ നൽകുന്നു. മെമ്മോ അടിസ്ഥാനരഹിതമാണ്. അപ്പോൾ അതിനെതിരെ, ആ മേലുദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ നടപടികൾക്ക് വേണ്ടിയുള്ള വകുപ്പുണ്ടോ? ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും അധികാര ദുർവിനിയോഗം നടത്തുന്നതായും ഉദ്യോഗാർത്ഥികൾക്ക് പിഴയോ ശിക്ഷയോ നൽകാൻ പാകത്തിന് സർവീസ് ചട്ടങ്ങളിനെതിരെ പരിഷ്കരണം വരേണ്ടതല്ലേ എന്നാണ് ചോദ്യം. 1, അങ്ങനെ ഒരു ക്രിമിനൽ നടപടിക്കുള്ള സ്കോപ്പ് അതിലില്ല. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് വ്യാജമാണ് അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന നഷ്ടം, അതായത് ഇപ്പം ആ കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു മെമ്മോ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തോളം ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സിവിൽ കോടതിയിൽ കോമ്പൻസേഷന് വേണ്ടിയിട്ട് ഡാമേജസ് ക്ലെയിം ചെയ്തും കൊണ്ട് ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് പ്രൂവ് ചെയ്യാനും സാധിക്കണം. അതായത് ഇങ്ങനെ ഒരു മെമ്മോ ലഭിച്ചതായിട്ടും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആലിഗേഷൻസ് ഉണ്ടായിരുന്ന ഒരു മെമ്മോ കാരണമാണ് നിങ്ങൾ ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത് എന്ന് നിങ്ങൾ കോടതിയിൽ അത് പ്രൂവ് ചെയ്യേണ്ടി വരും. അത് പ്രൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക്
കോമ്പൻസേഷന് വേണ്ടിയുള്ള ക്ലെയിം റേസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത്, മെമ്മോയ്ക്ക് മറുപടി ക്ഷമ മാത്രം എന്നാണ് ഒരു കീഴ്വഴക്കം ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കീഴ്വഴക്കമോ ഒരു നിയമമോ ഇല്ല. ആ മെമ്മോയിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്കെതിരെയുള്ള അലിഗേഷൻസ് അത് അങ്ങനെ ഇല്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. മെമ്മോ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ എക്സ്പ്ലനേഷൻ സോറി അല്ലെങ്കിൽ ഗിൽറ്റി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല കൊടുക്കേണ്ടത്, തീർച്ചയായിട്ടും അല്ല. അത് നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ സൈഡ് എന്താണെന്നുള്ളത് വ്യക്തമാക്കുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത്തെ ചോദ്യം, ഈ സർക്കാർ ഔദ്യോഗിക പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ലാക്ക് ഓഫ് ഫണ്ട് ഇല്ലായ്മ, നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശ് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സർക്കാരിലേക്ക് തന്നെ അത് ഒരു കത്ത് മുഖേന നിങ്ങളത് ഇത് റേസ് ചെയ്യേണ്ടതാണ്. അതായത് ഈ തന്നിരിക്കുന്ന ഫണ്ട് ഇതിന് തികയാത്തതും നിങ്ങൾക്ക് വരുന്ന ചെലവുകൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടും കൊണ്ട് നിങ്ങൾക്ക് സർക്കാർ ഹെൽത്ത് സെക്രട്ടറിക്ക് ഒരു ഡയറക്റ്റായിട്ട് തന്നെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പരാതി വായിക്കാം. ആലപ്പുഴയിലെ KS സുദർശനാണ് പരാതിക്കാരൻ. ഞാൻ 100% കാഴ്ച പരിമിതിയുള്ള ആളാണ്. എനിക്ക് കയർ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും 2000 രൂപ പെൻഷൻ ലഭിക്കുന്നുണ്ട്. വികലാംഗ പെൻഷൻ 600 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 2000 രൂപ ചേർത്തല യൂണിയൻ ബാങ്കിൽ നിന്നും 600 രൂപയുടെ പകുതിയായ 300 രൂപ വയലാറുള്ള യൂണിയൻ ബാങ്കിൽ നിന്നുമാണ് ലഭിക്കുന്നത്. എന്നാൽ 2026 ഫെബ്രുവരി മുതൽ എനിക്ക് തുക ലഭിക്കുന്നില്ല. ഇതേപ്പറ്റി പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ തുക ലഭിക്കുമെന്ന മറുപടി മാത്രമാണ് അവർ നൽകുന്നത്. കൂടാതെ കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരമുള്ള 2000 രൂപയും എനിക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും തുക ലഭിക്കുന്നതിന് തടസ്സമില്ല എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പെൻഷനും കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരമുള്ള തുകയും ലഭിക്കാത്തത്? ഈ രണ്ട് തുകയും മുടക്കം കൂടാതെ കിട്ടുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പരാതിക്കാരന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വികലാംഗ പെൻഷനും കിസാൻ സമ്മാൻ നിധിയുടെ തുകയും ലഭിക്കുന്നില്ല എന്ന ഈ പരാതി നിയമവേദി ആദ്യം തിരുവനന്തപുരം DBT സെല്ലിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച മറുപടി പ്രകാരമാണ് ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഇനാക്റ്റീവ് എന്നാണ് കാണിക്കുന്നത്. അതായത് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്തിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ എന്തെങ്കിലും സാങ്കേതിക തകരാർ മൂലം അങ്ങനെ സംഭവിച്ചതാകാം. ഈ കാര്യങ്ങൾ തന്നെയാണ് ആലപ്പുഴ കൃഷിഭവനിൽ നിന്നും കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും ലഭിച്ച മറുപടി. ആയതിനാൽ പരാതിക്കാരൻ ബാങ്കിൽ നേരിട്ട് ചെന്ന് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാൻ വിരലടയാളം പതിപ്പിക്കേണ്ടതുമാണ്. ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് പെൻഷനും കിസാൻ സമ്മാൻ നിധി തുകയും ലഭിക്കുന്നതാണ്. അതിനാൽ പരാതിക്കാരൻ എത്രയും പെട്ടെന്ന് ബാങ്ക് ബ്രാഞ്ചുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്ത്യയിലെ ജാമ്യ നിയമങ്ങൾ ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് TS സംസാരിക്കുന്നത് കേൾക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ജാമ്യം എന്നതാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യം, ജാമ്യം കിട്ടുമോ ഇല്ലയോ? എന്നാൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ തന്നെ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ അടിത്തറ ഒളിഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് കരുതൂ. എന്നാൽ അവൻ കുറ്റക്കാരനാണെന്ന് കോടതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അവന് ജയിലിൽ തുടരാൻ നിർബന്ധിക്കണമോ അല്ലെങ്കിൽ ചില നിബന്ധനകളോടെ പുറത്തുവിടണോ എന്നതാണ് നിയമം നേരിടുന്ന പ്രധാന ചോദ്യവും അതിൻ്റെ മറുപടിയുമാണ് ജാമ്യം എന്ന ആശയവും. നമ്മുടെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിയുന്നതുവരെ അവൻ നിരപരാധിയാണ്. An accused is presumed to be innocent until and unless proven guilty എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന ആശയം മനസ്സിലാക്കാതെ ജാമ്യ നിയമങ്ങൾ പൂർണ്ണമായി പിടികിട്ടുകയില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ജാമ്യവുമായി ബന്ധപ്പെട്ട് പ്രക്രിയകൾ നിയന്ത്രിക്കുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 എന്ന നിയമമാണ്. പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി വന്ന ഈ നിയമം അറസ്റ്റ് മുതൽ കസ്റ്റഡി, ബെയിൽ വരെ മുഴുവൻ നടപടികളും നയിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ കേസ് നടക്കുമ്പോൾ പ്രതിയെ ജയിലിൽ നിന്ന് ചില നിബന്ധനകളോടെ പുറത്തുവിടുന്നതാണ് ജാമ്യം. പക്ഷേ എല്ലാ കേസുകളിലും ഇത് ഒരുപോലെ ബാധകമല്ല. കാരണം നിയമം കുറ്റങ്ങളെ രണ്ടായി തിരിക്കുന്നു. ചെറിയ കുറ്റങ്ങൾ അഥവാ മൈനർ ഓഫൻസസും ഗുരുതര കുറ്റങ്ങൾ അഥവാ സീരിയസ് ഓഫൻസസായും. ചെറിയ കുറ്റങ്ങളിൽ ഉദാഹരണത്തിന് ചെറിയ തർക്കം, ചെറിയ അടിപിടി, ലഘു സ്വഭാവമുള്ള കുറ്റങ്ങൾ എന്നിവയിൽ ജാമ്യം ഒരു അവകാശമാണ്. ഇവയെ ബെയിലബിൾ ഓഫൻസസ് എന്ന് വിളിക്കുന്നു. BNSSലെ
സെക്ഷൻ 478 പ്രകാരം പോലീസ് സ്റ്റേഷനിൽ തന്നെ ജാമ്യം നൽകാം. ഇവിടെ കോടതിയുടെ ഡിസ്ക്രിഷൻ അത്ര ആവശ്യമായില്ല. കാരണം നിയമം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് മുൻഗണന നൽകുന്നു. എന്നാൽ ഗുരുതര കുറ്റങ്ങൾ, ഉദാഹരണത്തിന് കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയവ ജാമ്യം ഒരു അവകാശമല്ല. ഇവ നോൺ ബെയിലബിൾ ഒഫൻസസ് ആണെന്നും BNSSന്റെ സെക്ഷൻ 480 പ്രകാരം കോടതിയിൽ അവസ്ഥ പരിശോധിച്ചതിനു ശേഷം മാത്രമേ ജാമ്യം അനുവദിക്കൂ. ഇവിടെ കോടതി ഒരു ബാലൻസിംഗ് എക്സസൈസ് നടത്തുന്നു. കുറ്റത്തിൻ്റെ സീരിയസ്നെസ്, തെളിവുകളുടെ ശക്തി, പ്രതി ഒളിച്ചാടാനുള്ള സാധ്യത, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത, സമൂഹത്തിന് ഉണ്ടാകാവുന്ന അപകടം എന്നിവയെല്ലാം പരിശോധിച്ചാണ് തീരുമാനമെടുക്കുന്നത്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു നിയമവ്യവസ്ഥയും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മരണദണ്ഡം, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 7 വർഷം അല്ലെങ്കിൽ അതിലധികം ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളിൽ പ്രതിക്ക് ജാമ്യം നൽകുന്നതിന് മുമ്പ് കോടതിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറെ കേൾക്കാനുള്ള അവസരം നൽകേണ്ടതാണ്. ഇത് ഒരു നിർബന്ധമാണ്. അഥവാ പ്രോസിക്യൂഷൻ്റെ വാദം കേൾക്കാതെ ഇത്തരം ഗുരുതര കേസുകളിൽ ജാമ്യം അനുവദിക്കാൻ കോടതിക്ക് പാടില്ല. ഇത് പ്രോസിക്യൂഷന് അവരുടെ ആശങ്കകൾ, ഉദാഹരണത്തിന് പ്രതി ഒളിച്ചോടാൻ സാധ്യതയുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, അന്വേഷണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നിവ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നൽകുന്ന ഒരു നിർണായക സേഫ് ഗാർഡാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആശയം ആൻറ്റിസിപ്പേറ്ററി ബെയിലാണ്. ഒരു വ്യക്തിക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം അപേക്ഷിക്കാം. ഇത് BNSSന്റെ സെക്ഷൻ 482 പ്രകാരമാണ്. കോടതി ഇത്തരം കേസുകളിൽ ചില നിബന്ധനകൾ ഏർപ്പെടുത്തും. അന്വേഷണത്തിൽ സഹകരിക്കുക, പാസ്പോർട്ട് സമർപ്പിക്കുക, അന്വേഷണ ഏജൻസിയോട് സഹകരിക്കുക തുടങ്ങിയവ. അറസ്റ്റ് കഴിഞ്ഞാൽ റെഗുലർ ബെയിൽ എന്ന ആശയം വരുന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ സെക്ഷൻ 480 പ്രകാരവും സെഷൻസ് അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ സെക്ഷൻ 483 പ്രകാരവും ജാമ്യം അപേക്ഷിക്കാം. ഇതുവരെ പറഞ്ഞതെല്ലാം ജാമ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. എന്നാൽ ബെയിൽ ലോയിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് BNSSന്റെ സെക്ഷൻ 187 ആണ്. ഇത് കസ്റ്റഡിയും ഡിഫോൾട്ട് ബെയിലും സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ്. നിയമം പറയുന്നത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അന്വേഷണം 24 മണിക്കൂറിൽ പൂർത്തിയാകാറില്ല. അതിനാൽ പോലീസ് മജിസ്ട്രേറ്റിനെ സമീപിച്ച് കസ്റ്റഡി ആവശ്യപ്പെടും. ഇവിടെ സെക്ഷൻ 187 പ്രവർത്തിക്കുന്നു. മജിസ്ട്രേറ്റ് പോലീസ് കസ്റ്റഡി അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡി അനുവദിക്കും. ആദ്യഘട്ടത്തിൽ പരമാവധി 15 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിക്കുന്നത്. കസ്റ്റഡിയുടെ പരമാവധി കാലാവധി സാധാരണ കേസുകളിൽ 60 ദിവസവും ഗുരുതര കേസുകളിൽ 90 ദിവസവുമാണ്. ഈ കാലയളവിനുള്ളിൽ അന്വേഷണ ഏജൻസി ചാർജ് ഷീറ്റ് സമർപ്പിക്കണം. അല്ലെങ്കിൽ പ്രതിക്ക് ഡീഫോൾട്ട് ബെയിൽ ലഭിക്കാനുള്ള അവകാശമുണ്ടാകും. ഇത് വളരെ ശക്തമായ ഒരു നിയമാവകാശമാണ്. ഇവിടെ കോടതിക്ക് ഡിസ്ക്രിഷനില്ല. അഭിഭാഷകൻ കോടതിയിൽ എഴുന്നേറ്റു എന്ന് എൻ്റെ ക്ലയൻറ്റ് സാറ്റ്യൂട്ടറി അല്ലെങ്കിൽ ഡിഫോൾട്ട് ബെയിൽ ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ കോടതി ജാമ്യം നൽകേണ്ടതാണ്. ഇത് അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്തം ഉറപ്പിക്കുന്നതിനുള്ള ഒരു സേഫ് ഗാർഡ് കൂടിയാണ്. കോടതിയിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു സുപ്രധാന സിദ്ധാന്തം ഇവിടെ പ്രാധാന്യം നേടുന്നു. ബെയിൽ ഇസ് ദ റൂൾ, ജയിൽ ഇസ് ദ എക്സെപ്ഷൻ. ഇത് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് ബാൽചന്ദ് എന്ന കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ്. ജാമ്യം അനുവദിക്കുമ്പോൾ കോടതി ചില നിബന്ധനകൾ ഏർപ്പെടുത്തും. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുക, സാക്ഷികളെ ബന്ധപ്പെടരുത്, രാജ്യത്തിന് നിന്ന് പുറത്തു പോകരുത് തുടങ്ങിയവ. ഈ നിബന്ധനകൾ ലംഘിച്ചാൽ പ്രോസിക്യൂഷൻ അപേക്ഷിച്ച് ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് അധികാരം ഉള്ളതാണ്. ചില കേസുകളിൽ ജാമ്യം ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളും കാണാം. സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, തെളിവുകൾ നശിപ്പിക്കൽ, അന്വേഷണം തടസ്സപ്പെടുത്തൽ എന്നിവ ഉണ്ടെങ്കിൽ കോടതി ജാമ്യം റദ്ദാക്കും. ഈ മുഴുവൻ സംവിധാനത്തിൻ്റെ പിന്നിൽ ഒരു വലിയ തത്വമുണ്ട്. വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിൻ്റെ സുരക്ഷയും തമ്മിലുള്ള ഒരു സമതുലിതാവസ്ഥ നിലനിർത്തുക. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തിഗത സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഈ മുഴുവൻ ബെയിൽ ജൂറിസ്പ്രുഡൻസിൻ്റെ ആത്മാവാണ്. ഒടുവിൽ ചുരുക്കി പറഞ്ഞാൽ ചെറിയ കുറ്റങ്ങളിൽ ജാമ്യം ഒരു അവകാശമാണ്. ഗുരുതര കുറ്റങ്ങളിൽ അത് കോടതിയുടെ വിവേചനാധികാരത്തിലാണ്. സെക്ഷൻ 187 കസ്റ്റഡിയും ഡീഫോൾട്ട് ബെയിലും സംബന്ധിച്ചത് ബാക്ക് ബോണാണ്. കൂടാതെ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രോസിക്യൂഷനെ കേൾക്കാതെ ജാമ്യം നൽകാൻ പാടില്ല എന്നത് ഒരു പ്രധാന പ്രൊസീജിയറൽ സേഫ് ഗാർഡാണ്. ജാമ്യം എന്നത് ഒരു നിയമസാങ്കേതികത മാത്രമല്ല, അത് ഒരു വ്യക്തിയുടെ മാനവിക അവകാശവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംവിധാനമാണ്. അതുകൊണ്ടാണ് കോടതികൾ ഓരോ കേസിലും സൂക്ഷ്മമായി
സമതുലിതമായി നിയമവുമായി ന്യായവുമായി ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് തീരുമാനമെടുക്കുന്നത്. ഇന്ത്യയിലെ ജാമ്യ നിയമങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് TS. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.